സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ മനസ്സ് ജീവിതത്തോട് അതെ എന്ന് പറയുന്നുണ്ടോ? അതോ അല്ല എന്ന് പറഞ്ഞ് ഒരു മൂലയിൽ ഒതുങ്ങുകയാണോ? നിർത്തുക. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് വിളിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം മനസ്സിനെതിരെയുള്ള യുദ്ധം. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ മനസ്സിലാണ് നിങ്ങളുടെ വിജയവും പരാജയവും കിടക്കുന്നത്. നിങ്ങളുടെ മനസ്സിലാണ് നിങ്ങളുടെ സമ്പത്തും ദാരിദ്ര്യവും കിടക്കുന്നത്. നിങ്ങളുടെ മനസ്സിലാണ് നിങ്ങളുടെ സമാധാനവും അസ്വസ്ഥതയും കിടക്കുന്നത്. നെപ്പോളിയൻ ഹിൽ എന്ന മഹാനായ തത്വചിന്തകൻ തന്റെ ഗ്രന്ഥത്തിൽ പറയുന്നു, മനുഷ്യ മനസ്സ് ഒരു കമ്പ്യൂട്ടർ പോലെയാണ്. എന്നാൽ ഏത് കമ്പ്യൂട്ടറിനേക്കാളും ശക്തമാണത്. ആ മനസ്സിന് ഒരു പ്രത്യേക ഗേറ്റ് ഉണ്ട്. അത് അതെ എന്നോ അല്ല എന്നോ പറയുന്ന ഗേറ്റ്. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത വരുന്നു. അത് സന്ദർഭത്തെ വിശകലനം ചെയ്യുന്നു, എന്നിട്ട് തീരുമാനിക്കുന്നു അതെ അല്ലെങ്കിൽ അല്ല. ഒരു പോസിറ്റീവ് മാനസികാവസ്ഥ ഉള്ളവൻ എല്ലാ സാഹചര്യത്തിലും അതെ എന്ന് കണ്ടെത്തും. ഒരു നെഗറ്റീവ് മാനസികാവസ്ഥ ഉള്ളവൻ അല്ല എന്ന് മാത്രം കാണും. അവൻ ജീവിതത്തിലെ നന്മകൾ നഷ്ടപ്പെടുത്തും. അവൻ വേദനയോടും തോൽവിയോടും ജീവിക്കും. നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ചിന്തിക്കുക. ഇന്ന് നിങ്ങൾക്ക് മാറ്റം വരുത്താം. നിങ്ങളുടെ മാനസികാവസ്ഥയെ നിങ്ങൾക്ക് മാറ്റാം. നിങ്ങൾക്ക് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറാം. എങ്ങനെ? ഒരു തീരുമാനത്തിലൂടെ. ഇന്നു മുതൽ ഞാൻ അതെ എന്ന് പറയും. എല്ലാത്തിനോടും എനിക്ക് കഴിയും, ഞാൻ വിജയിക്കും, ഞാൻ ഉയരും. ഈ വാക്കുകൾ നിങ്ങളുടെ മാനസികാവസ്ഥയെ മാറ്റും. നെപ്പോളിയൻ ഹിൽ തന്റെ ജീവിതത്തിൽ ഒരു സംഭവം പറയുന്നു. ആൻഡ്രൂ കാർനെഗി അദ്ദേഹത്തിന് ഒരു വലിയ അവസരം നൽകി. ലോകത്തിലെ ഏറ്റവും വിജയകരമായ 500ഓളം മനുഷ്യരെ അഭിമുഖം നടത്തി വിജയത്തിന്റെ തത്വശാസ്ത്രം കണ്ടെത്തുക. ഇത് 20 വർഷത്തെ ജോലിയായിരുന്നു. കാർനെഗി ഹില്ലിനോട് ചോദിച്ചു, നിനക്കിത് ചെയ്യാൻ കഴിയുമോ? നീ ഇതിന് 20 വർഷം നീക്കിവെക്കുമോ? ഹില്ലിന്റെ മനസ്സിൽ ആദ്യം നിഷേധാത്മക ചിന്തകൾ വന്നു. ഇത് വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് എങ്ങനെ ജീവിക്കും? എനിക്ക് എങ്ങനെ പണമുണ്ടാക്കും? ഇങ്ങനെ 29 സെക്കൻഡ് നേരം അദ്ദേഹം ആടിയുലഞ്ഞു. എന്നിട്ട് അദ്ദേഹം തീരുമാനിച്ചു, അതെ, ഞാൻ ചെയ്യും. അദ്ദേഹം അതെ എന്ന് പറഞ്ഞു. കാർനെഗി തന്റെ മേശയ്ക്ക് താഴെ വച്ചിരുന്ന സ്റ്റോപ്പ് വാച്ച് എടുത്തു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് 60 സെക്കൻഡ് സമയം തന്നു. നീ 31 സെക്കൻഡ് ബാക്കി വെച്ച് അതെ എന്ന് പറഞ്ഞു. നീ ജയിച്ചു. ആ തീരുമാനം ഹില്ലിന്റെ ജീവിതത്തെ മാറ്റി, ലോകത്തെ തന്നെ മാറ്റി. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മനസ്സിൽ ഒരു തീരുമാനമെടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാനൊരു പോസിറ്റീവ് മാനസികാവസ്ഥ സ്വീകരിക്കും. എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഞാൻ അതെ എന്ന് പറയും. ഇത് ചെയ്യുക. എങ്കിൽ നിങ്ങൾ കാണും, നിങ്ങളുടെ ജീവിതം മാറുന്നു. നെപ്പോളിയൻ ഹിൽ വിജയത്തിന്റെ അടിസ്ഥാന മാനസികാവസ്ഥയെ 2 വാക്കുകളിൽ വിശദീകരിക്കുന്നു. ലക്ഷ്യത്തിന്റെ കൃത്യത. നിങ്ങൾക്ക് എവിടെ പോകണമെന്ന് അറിയാമെങ്കിൽ ലോകം തന്നെ നിങ്ങൾക്ക് വഴിമാറും. എമേഴ്സൺ എന്ന മഹാകവി പറഞ്ഞു, താൻ എവിടേക്ക് പോകുന്നു എന്നറിയുന്ന മനുഷ്യനു വേണ്ടി ലോകം തന്നെ വഴിമാറും. അത് ശരിയാണ്. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ മനസ്സിന്റെ മുഴുവൻ ശക്തിയും ഒഴുകും. നിങ്ങൾക്ക് പാഴായ ചിന്തകൾ ഉണ്ടാകില്ല. നിങ്ങൾക്ക് സമയം പാഴാക്കുന്നത് ഉണ്ടാകില്ല. നിങ്ങൾക്ക് ഭയമുണ്ടാകില്ല. കാരണം നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമാണ്. നിങ്ങൾക്ക് ലക്ഷ്യം വ്യക്തമാണെങ്കിൽ നിങ്ങളൊരു ജീനിയസ് ആയി മാറും. എന്താണ് ജീനിയസ്? അത് വലിയ ബുദ്ധിയല്ല. ഹിൽ പറയുന്നു, ഫോർഡിനും എഡിസണും കാർനെഗിക്കും മറ്റുള്ളവരെക്കാൾ വലിയ ബുദ്ധിയുണ്ടായിരുന്നില്ല. എന്നാൽ അവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് അവരുടെ മനസ്സിനെ ആ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതാണ് അവരെ ജീനിയസ് ആക്കിയത്. നിങ്ങൾക്കും ആ കഴിവുണ്ട്. നിങ്ങൾ അത് ഉപയോഗിക്കുക. നിങ്ങളുടെ ലക്ഷ്യം എഴുതുക, അത് വ്യക്തമാക്കുക, അതിന് ഒരു സമയപരിധി നൽകുക, എന്നിട്ട് നിങ്ങളുടെ മുഴുവൻ മനസ്സും അതിൽ വെക്കുക. അപ്പോൾ നിങ്ങൾ വിജയിക്കും. നെപ്പോളിയൻ ഹിൽ പറയുന്നു, ഒരു പോസിറ്റീവ് മനസ്സ് മറ്റ് പോസിറ്റീവ് മനസ്സുകളുമായി യോജിക്കുന്നു. നിങ്ങൾക്കൊരു റേഡിയോ അറിയാമോ? നിങ്ങളൊരു ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്യുമ്പോൾ ആ ഫ്രീക്വൻസിയിലെ സിഗ്നലുകൾ നിങ്ങൾക്ക് കേൾക്കാം. അതുപോലെയാണ് മനസ്സുകൾ. നിങ്ങളുടെ മനസ്സിൽ നിന്ന് വൈബ്രേഷനുകൾ പുറപ്പെടുന്നു. നിങ്ങൾ പോസിറ്റീവ് വൈബ്രേഷനുകൾ പുറപ്പെടുവിക്കുമ്പോൾ മറ്റ് പോസിറ്റീവ് മനസ്സുകൾ നിങ്ങളുമായി യോജിക്കും. അവർ നിങ്ങളെ സഹായിക്കും. അവർ നിങ്ങൾക്ക് വഴികൾ കാണിച്ചു തരും. ഹിൽ ആയിരക്കണക്കിന് വിജയികളെ കണ്ടു. അവരെല്ലാം അദ്ദേഹത്തിന് വിലപ്പെട്ട വിവരങ്ങൾ നൽകി. എന്തുകൊണ്ട്? കാരണം ഹില്ലിന്റെ മനസ്സ് പോസിറ്റീവായിരുന്നു. അവർ അദ്ദേഹത്തിൽ വിശ്വസിച്ചു. നിങ്ങളും അങ്ങനെ തന്നെ. നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ചുറ്റും പോസിറ്റീവ് ആളുകൾ വരും. നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളെ ലഭിക്കും. നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു.
ഇപ്പോൾ ഞാൻ നിങ്ങളോട് 9 പ്രേരകങ്ങളെക്കുറിച്ച് പറയട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ 9 പ്രേരകങ്ങളുണ്ട്. 7 പോസിറ്റീവ്, 2 നെഗറ്റീവ്. പോസിറ്റീവ് പ്രേരകങ്ങൾ ഇവയാണ്: സ്നേഹം, ലൈംഗികത, ഭൗതിക നേട്ടം, ആത്മരക്ഷ, ശാരീരികവും മാനസികവുമായ സ്വാതന്ത്ര്യം, ആത്മപ്രകാശനം, മരണാനന്തര ജീവിതത്തിനുള്ള ആഗ്രഹം. നെഗറ്റീവ് പ്രേരകങ്ങൾ ഇവയാണ്: കോപവും പ്രതികാരവും, ഭയവും. നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ ഈ 7 പോസിറ്റീവ് പ്രേരകങ്ങളെ ജീവിതത്തിലാക്കുക. നെഗറ്റീവ് പ്രേരകങ്ങളെ ഒഴിവാക്കുക. നിങ്ങൾക്ക് ഭയമുള്ളപ്പോൾ സമാധാനമുണ്ടാകില്ല. നിങ്ങൾക്ക് കോപവും പ്രതികാരവും ഉള്ളപ്പോൾ സമാധാനമുണ്ടാകില്ല. വലിയ മനുഷ്യർക്ക് പ്രതികാരത്തിന് സമയമില്ല. വലിയ മനുഷ്യർ ഭയത്തോടെ ജീവിക്കുന്നില്ല. നിങ്ങൾ വലിയവരാകുക. ആ 7 പോസിറ്റീവ് പ്രേരകങ്ങളെ നിങ്ങളുടെ ജീവിതമാക്കുക. സ്നേഹിക്കുക. നിങ്ങളുടെ ലൈംഗികതയെ പോസിറ്റീവായി ഉപയോഗിക്കുക. ഭൗതിക നേട്ടങ്ങൾക്കായി പ്രയത്നിക്കുക. എന്നാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ നിങ്ങളുടെ ജീവൻ രക്ഷിക്കുക. നിങ്ങളുടെ സ്വാതന്ത്ര്യം നിലനിർത്തുക. നിങ്ങളെ തന്നെ പ്രകാശിപ്പിക്കുക. ഒരു മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുക. എന്നാൽ ആ വിശ്വാസം ഭയത്തിൻ്റെതാകരുത്. നെപ്പോളിയൻ ഹിൽ ഒരു കഥ പറയുന്നു. ഒരു മനുഷ്യൻ തന്റെ സുഹൃത്തിന്റെ തെറ്റായ ഉപദേശം കാരണം എല്ലാം നഷ്ടപ്പെടുത്തി. അവൻ ആ സുഹൃത്തിനോട് വിദ്വേഷം വളർത്തി. പ്രതികാരം ചെയ്യുമെന്ന് തീരുമാനിച്ചു. അവൻ 15 വർഷം ആ വിദ്വേഷവുമായി ജീവിച്ചു. അവന്റെ ആരോഗ്യം നശിച്ചു. അവന്റെ മനസ്സ് തകർന്നു. അവനൊരു മാനസിക രോഗാശുപത്രിയിൽ കഴിയേണ്ടി വന്നു. അവിടെ വെച്ച് അവൻ മനസ്സിലാക്കി, വിദ്വേഷം കൊണ്ട് തനിക്ക് നഷ്ടപ്പെട്ടത് അവന്റെ സമാധാനമാണ്. അവൻ ആ സുഹൃത്തിനോട് ക്ഷമിച്ചു. അവൻ പുതിയ ജീവിതം ആരംഭിച്ചു. 60 വയസ്സിൽ അവൻ വീണ്ടും ബിസിനസ് ആരംഭിച്ചു. 70 വയസ്സിൽ അവൻ ധനികനായിരുന്നു. അവന് സമാധാനം കിട്ടി. നിങ്ങളും അങ്ങനെ തന്നെ. വിദ്വേഷം വിടുക, പക വിടുക. അവ നിങ്ങളെ കൊല്ലും. ക്ഷമിക്കുക, ക്ഷമിക്കുക. നിങ്ങൾക്കു വേണ്ടി നിങ്ങൾ സ്വതന്ത്രരാകും. നിങ്ങൾ ശക്തരാകും. നെപ്പോളിയൻ ഹിൽ മറ്റൊരു പ്രധാന കാര്യം പറയുന്നു. നിങ്ങൾക്ക് 10 രാജകുമാരന്മാരെ നിങ്ങളുടെ മനസ്സിന്റെ വാതിൽക്കൽ നിർത്താം. അവർ നിങ്ങളുടെ മനസ്സിൽ പ്രവേശിക്കുന്ന ഓരോ ചിന്തയെയും പരിശോധിക്കും. അവർ നിഷേധാത്മക ചിന്തകളെ തടയും. ആദ്യത്തെ രാജകുമാരൻ, സമാധാനത്തിന്റെ രാജകുമാരൻ. അവൻ ചോദിക്കും, ഈ ചിന്ത സമാധാനത്തോടെ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ അവൻ അതിനെ തടയും. രണ്ടാമത്തെ രാജകുമാരൻ, പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും രാജകുമാരൻ. മൂന്നാമത്തേത് സ്നേഹത്തിന്റെ രാജകുമാരൻ. നാലാമത്തേത് ആരോഗ്യത്തിന്റെ രാജകുമാരൻ. അഞ്ചാമത്തേത് സാമ്പത്തിക സുരക്ഷയുടെ രാജകുമാരൻ. ആറാമത്തേത് വിവേകത്തിന്റെ രാജകുമാരൻ. ഏഴാമത്തേത് ക്ഷമയുടെ രാജകുമാരൻ. എട്ടാമത്തേത് ഒരു പ്രത്യേക രാജകുമാരനാണ്. അവന് നിങ്ങൾ സ്വയം ഒരു പേര് നൽകണം. 9ഉം 10ഉം എന്ന് വേണ്ട. നിങ്ങൾ ഇവരെ വിളിക്കുമ്പോൾ അവർ വരും. അവർ നിങ്ങളുടെ മനസ്സിനെ കാത്തുരക്ഷിക്കും. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ സമാധാനത്തിന്റെ രാജകുമാരനെ വിളിക്കുക. അവൻ വന്ന് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കും. നിങ്ങൾക്ക് രോഗം തോന്നുമ്പോൾ ആരോഗ്യത്തിന്റെ രാജകുമാരനെ വിളിക്കുക. അവൻ നിങ്ങളുടെ ശരീരത്തെ ശക്തിപ്പെടുത്തും. ഈ രാജകുമാരന്മാർ യഥാർത്ഥമാണ്, കാരണം നിങ്ങൾ അവരെ വിശ്വസിക്കുന്നു. നിങ്ങൾ അവരെ വിളിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അവരെ സൃഷ്ടിക്കുന്നു. അവർ നിങ്ങളെ സഹായിക്കുന്നു. ഇത് പരീക്ഷിച്ചു നോക്കുക ഇന്ന് തന്നെ. ഒരു പ്രശ്നം വരുമ്പോൾ നിർത്തുക. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. സമാധാനത്തിന്റെ രാജകുമാരനെ വിളിക്കുക. അവൻ വരും. നിങ്ങൾക്ക് സമാധാനം തോന്നും. ഇപ്പോൾ ഞാൻ നിങ്ങളോട് മറ്റൊരു പ്രധാന കാര്യം പറയട്ടെ. നിങ്ങളുടെ പ്രേരകങ്ങൾ പരസ്പരം ഏറ്റുമുട്ടാതെ നോക്കുക. ഭൗതിക നേട്ടത്തിന്റെ ആഗ്രഹവും സ്വാതന്ത്ര്യത്തിന്റെ ആഗ്രഹവും തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടുന്നു. നിങ്ങൾ ധാരാളം പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ പണം സമ്പാദിക്കുന്നതിനായി നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കരുത്. നെപ്പോളിയൻ ഹിൽ തന്റെ ആദ്യ ജോലിയിൽ ഒരു അനുഭവം പറയുന്നു. അദ്ദേഹം ഒരു ബാങ്കിൽ ജോലി ചെയ്തു. ബാങ്കിന്റെ വാൾട്ട് തുറന്നു കിടന്നു. അതിൽ $50,000 ഉണ്ടായിരുന്നു. ഹില്ലിനത് മോഷ്ടിക്കാമായിരുന്നു. ആരും അറിയുമായിരുന്നില്ല. അദ്ദേഹത്തിന് വളരെ ദാരിദ്ര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് ഭൗതിക നേട്ടത്തിനായി നിർബന്ധിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം പറഞ്ഞു, സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലുത്. അദ്ദേഹം ആ പണം മോഷ്ടിച്ചില്ല. അദ്ദേഹം വാൾട്ട് പൂട്ടി. അദ്ദേഹം തന്റെ ഉടമയോട് പറഞ്ഞു, ഒരു പൈസയും നഷ്ടമായിട്ടില്ല. ആ ഉടമ പിന്നീട് ഹില്ലിനെ നിയമ സ്കൂളിൽ പഠിപ്പിച്ചു. ഹിൽ ആൻഡ്രൂ കാർനെഗിയെ കാണാനുള്ള അവസരം നേടി.
ആ സത്യസന്ധത അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റി. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരിക്കലും സത്യസന്ധത വിടരുത്. ഒരിക്കലും മറ്റുള്ളവരെ ചതിക്കരുത്. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ചതിക്കുന്നത്. നിങ്ങളുടെ സമാധാനമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. നെപ്പോളിയൻ ഹിൽ പറയുന്നു, ജീവിതം നിങ്ങളുടെ ചിന്തകളെ പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങൾ പുറത്തേക്ക് അയക്കുന്ന ഓരോ ചിന്തയും തിരിച്ചുവരുന്നു. നിങ്ങൾ സ്നേഹം അയച്ചാൽ സ്നേഹം തിരിച്ചുവരും. നിങ്ങൾ വിദ്വേഷം അയച്ചാൽ വിദ്വേഷം തിരിച്ചുവരും. നിങ്ങൾ വിജയത്തെ അയച്ചാൽ വിജയം തിരിച്ചുവരും. നിങ്ങൾ പരാജയത്തെ അയച്ചാൽ പരാജയം തിരിച്ചുവരും. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രവൃത്തികളെ ശ്രദ്ധിക്കുക. അവയെല്ലാം പോസിറ്റീവാകട്ടെ. നിങ്ങൾ എഴുത്തുകാരനാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ കഥ എഴുതുന്നത് നിങ്ങളാണ്. ഓരോ ചിന്തയും ഒരു വാക്ക്, ഓരോ വാക്കും ഒരു വാക്യം, ഓരോ വാക്യവും ഒരു പേജ്, ഓരോ പേജും ഒരു അധ്യായം. നിങ്ങളുടെ കഥയിലെ എല്ലാ അധ്യായങ്ങളും വിജയത്തിൻ്റേതാകട്ടെ, സമാധാനത്തിൻ്റേതാകട്ടെ, സമ്പത്തിൻ്റേതാകട്ടെ. നെപ്പോളിയൻ ഹിൽ പറയുന്നു, സമാധാനം കണ്ടെത്താനുള്ള ഏറ്റവും ഉറപ്പുള്ള മാർഗം മറ്റുള്ളവരെ അവരുടെ സമാധാനം കണ്ടെത്താൻ സഹായിക്കുക എന്നതാണ്. നിങ്ങൾ മറ്റൊരാൾക്ക് സന്തോഷം നൽകുമ്പോൾ ആ സന്തോഷം നിങ്ങളിലേക്ക് തിരിച്ചുവരും. നിങ്ങൾ മറ്റൊരാൾക്ക് വിജയത്തിനുള്ള വഴി കാണിച്ചു കൊടുക്കുമ്പോൾ ആ വഴി നിങ്ങൾക്കും തെളിയും. ഇതാണ് ഏറ്റവും വലിയ സത്യം. ഇതാണ് പോസിറ്റീവ് മാനസികാവസ്ഥയുടെ കാതൽ. നിങ്ങൾ കൊടുക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ സഹായിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ സഹായിക്കപ്പെടുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ നേടുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പ്രാർത്ഥനയെക്കുറിച്ച് പറയട്ടെ. പലരും പ്രാർത്ഥിക്കുന്നത് ഭയത്തോടെയാണ്. ദൈവമേ, എനിക്കിത് തരൂ, ഞാൻ ഭയപ്പെടുന്നു, ഇങ്ങനെ. ആ പ്രാർത്ഥനകൾ നിഷേധാത്മകമാണ്. അവ ഉത്തരം കണ്ടെത്തുന്നില്ല. യഥാർത്ഥ പ്രാർത്ഥന എന്നാൽ ആത്മവിശ്വാസത്തോടെയുള്ള അഭ്യർത്ഥനയാണ്. എനിക്കിത് ചെയ്യാൻ കഴിയും, എനിക്കിത് ലഭിക്കും, എന്റെ ലക്ഷ്യത്തിൽ ഞാൻ എത്തും. ഈ ആത്മവിശ്വാസം തന്നെയാണ് പ്രാർത്ഥന. നിങ്ങൾ ഈ വിധം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധമനസ്സ് ശക്തി പ്രാപിക്കുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നു. നെപ്പോളിയൻ ഹിൽ പറയുന്നു, അദ്ദേഹം ഒരിക്കൽ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലായിരുന്നു. അദ്ദേഹത്തിനൊരു പ്രസാധകനെ കണ്ടെത്തേണ്ടിയിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ $35 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഒരു ഹോട്ടലിൽ പോയി. ഏറ്റവും ചെലവേറിയ മുറിയെടുത്തു. ഒരു ദിവസം $25. അദ്ദേഹത്തിന്റെ കയ്യിൽ അതിന് പണമില്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സ് പറഞ്ഞു, ഇത് ചെയ്യുക. നിനക്ക് ഒരു പ്രസാധകനെ കിട്ടും. അദ്ദേഹം ആ ഹോട്ടലിൽ തങ്ങി. അദ്ദേഹം തന്റെ മനസ്സിൽ ഉറപ്പിച്ചു, ഞാൻ വിജയിക്കും. 2 ദിവസത്തിനുള്ളിൽ ഒരു പ്രസാധകൻ വന്നു. അദ്ദേഹത്തിന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ രക്ഷിച്ചത്. നിങ്ങളും അങ്ങനെ തന്നെ. നിങ്ങൾക്ക് പണമില്ലേ? പണം വരും. നിങ്ങൾക്ക് അവസരമില്ലേ? അവസരം വരും. എന്നാൽ ആദ്യം നിങ്ങളുടെ മാനസികാവസ്ഥ മാറ്റുക. നിഷേധത്തിൽ നിന്ന് പോസിറ്റീവിലേക്ക്, അല്ല എന്നതിൽ നിന്ന് അതെ എന്നതിലേക്ക്. ഇത് ചെയ്യുക. എങ്കിൽ നിങ്ങൾക്ക് അസാധ്യമായ ഒന്നുമില്ല. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഒരുപാട് പറഞ്ഞു. എന്നാൽ ഇതെല്ലാം വെറും വാക്കുകളാണ്. നിങ്ങളിത് പ്രവൃത്തിയാക്കിയില്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക. ഞാൻ എൻ്റെ മാനസികാവസ്ഥയെ മാറ്റും. ഞാൻ പോസിറ്റീവാകും. ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കും. ഞാൻ എൻ്റെ പ്രേരകങ്ങളെ നിയന്ത്രിക്കും. ഞാൻ എൻ്റെ രാജകുമാരന്മാരെ വിളിക്കും. ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ വിശ്വസിക്കും. എനിക്ക് കഴിയും. ഞാൻ വിജയിക്കും. ഞാൻ സമ്പന്നനാകും. എനിക്ക് സമാധാനമുണ്ടാകും. ഈ വാക്കുകൾ ഉറക്കെ പറയുക. ഇന്ന് രാവിലെ, ഇന്ന് രാത്രി, നാളെ രാവിലെ, എല്ലാ ദിവസവും. ഇത് നിങ്ങളുടെ ജീവിതമന്ത്രമാകട്ടെ. നെപ്പോളിയൻ ഹിൽ പറഞ്ഞു, ഒരു പോസിറ്റീവ് മാനസികാവസ്ഥയുള്ള മനുഷ്യനു വേണ്ടി ലോകം തന്നെ മാറും. നിങ്ങൾ ആ മനുഷ്യനാകുക ഇപ്പോൾ. ഈ നിമിഷം എഴുന്നേൽക്കുക, പുഞ്ചിരിക്കുക, ലോകത്തോട് പറയുക, ഞാൻ വന്നിരിക്കുന്നു. ഞാൻ വിജയിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ സമ്പാദിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ ജീവിക്കാൻ വന്നിരിക്കുന്നു. ഇത് നിങ്ങളുടെ സമയമാണ്. ഇത് നിങ്ങളുടെ അവസരമാണ്. ഇത് നിങ്ങളുടെ ജീവിതമാണ്. ജീവിക്കുക. അടുത്ത അധ്യായത്തിൽ നമ്മൾ ഭയത്തെക്കുറിച്ച് സംസാരിക്കും. ഭയം എങ്ങനെ നിങ്ങളെ സ്വതന്ത്രനാക്കുന്നു എന്നതിനെക്കുറിച്ച്. അതും വളരെ പ്രധാനമാണ്. എന്നാൽ അതിനു മുമ്പ് ഇന്നത്തെ പാഠം നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക. പോസിറ്റീവാകുക. അതെ എന്ന് പറയുക. ജീവിതത്തോട്, സാഹചര്യങ്ങളോട്, പ്രതിസന്ധികളോട്, എല്ലാറ്റിനോടും അതെ. നിങ്ങൾ അതെ എന്ന് പറയുമ്പോൾ
ജീവിതം നിങ്ങൾക്ക് അതെ എന്ന് പറയും. നിങ്ങൾ വിളിക്കുന്നു. ജീവിതം മറുപടി പറയുന്നു. നിങ്ങൾ സ്നേഹിക്കുന്നു. ജീവിതം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ കൊടുക്കുന്നു. ജീവിതം നിങ്ങൾക്ക് നൽകുന്നു. ഇതാണ് നിയമം. ഇത് മാറില്ല. അതുകൊണ്ട് ഇന്നു മുതൽ പോസിറ്റീവ് ആകുക, വിജയിക്കുക, സമ്പന്നരാകുക, സമാധാനത്തോടെ ജീവിക്കുക. അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. കുത്ത്. എനിക്ക് എങ്ങനെ പണമുണ്ടാക്കും? ഇങ്ങനെ 29 സെക്കൻഡ് നേരം അദ്ദേഹം ആടിയുലഞ്ഞു. എന്നിട്ട് അദ്ദേഹം തീരുമാനിച്ചു, അതെ, ഞാൻ ചെയ്യും. അദ്ദേഹം അതെ എന്ന് പറഞ്ഞു. കാർനെഗി തന്റെ മേശയ്ക്ക് താഴെ വെച്ചിരുന്ന സ്റ്റോപ്പ് വാച്ച് എടുത്തു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് 60 സെക്കൻഡ് സമയം തന്നു. നീ 31 സെക്കൻഡ് ബാക്കി വെച്ച് അതെ എന്ന് പറഞ്ഞു. നീ ജയിച്ചു. ആ തീരുമാനം ഹില്ലിന്റെ ജീവിതത്തെ മാറ്റി, ലോകത്തെ തന്നെ മാറ്റി. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ മനസ്സിൽ ഒരു തീരുമാനമെടുക്കുക. ഇപ്പോൾ, ഇവിടെ. ഞാനൊരു പോസിറ്റീവ് മാനസികാവസ്ഥ സ്വീകരിക്കും. എന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഞാൻ അതെ എന്ന് പറയും. ഇത് ചെയ്യുക. എങ്കിൽ നിങ്ങൾ കാണും, നിങ്ങളുടെ ജീവിതം മാറുന്നു. നെപ്പോളിയൻ ഹിൽ വിജയത്തിന്റെ അടിസ്ഥാന മാനസികാവസ്ഥയെ 2 വാക്കുകളിൽ വിശദീകരിക്കുന്നു. ലക്ഷ്യത്തിന്റെ കൃത്യത. നിങ്ങൾക്ക് എവിടെ പോകണമെന്നറിയാമെങ്കിൽ ലോകം തന്നെ നിങ്ങൾക്ക് വഴിമാറും. എമേഴ്സൺ എന്ന മഹാകവി പറഞ്ഞു, താൻ എവിടേക്ക് പോകുന്നു എന്നറിയുന്ന മനുഷ്യനു വേണ്ടി ലോകം തന്നെ വഴിമാറും. അത് ശരിയാണ്. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങളുടെ മനസ്സിന്റെ മുഴുവൻ ശക്തിയും ഒഴുകും. നിങ്ങൾക്ക് പാഴായ ചിന്തകളുണ്ടാകില്ല. നിങ്ങൾക്ക് സമയം പാഴാക്കുന്നത് ഉണ്ടാകില്ല. നിങ്ങൾക്ക് ഭയമുണ്ടാകില്ല, കാരണം നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമാണ്. നിങ്ങൾക്ക് ലക്ഷ്യം വ്യക്തമാണെങ്കിൽ നിങ്ങൾ ഒരു ജീനിയസായി മാറും. എന്താണ് ജീനിയസ്? അത് വലിയ ബുദ്ധിയല്ല. ഹില്ല് പറയുന്നു, ഫോർഡിനും എഡിസണും കാർനെഗിക്കും മറ്റുള്ളവരെക്കാൾ വലിയ ബുദ്ധി ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അവർക്ക് അവരുടെ മനസ്സിനെ ആ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. അതാണ് അവരെ ജീനിയസാക്കിയത്. നിങ്ങൾക്കും ആ കഴിവുണ്ട്. നിങ്ങൾ അത് ഉപയോഗിക്കുക. നിങ്ങളുടെ ലക്ഷ്യം എഴുതുക. അത് വ്യക്തമാക്കുക. അതിനൊരു സമയപരിധി നൽകുക. എന്നിട്ട് നിങ്ങളുടെ മുഴുവൻ മനസ്സും അതിൽ വയ്ക്കുക. അപ്പോൾ നിങ്ങൾ വിജയിക്കും. നെപ്പോളിയൻ ഹിൽ പറയുന്നു, ഒരു പോസിറ്റീവ് മനസ്സ് മറ്റ് പോസിറ്റീവ് മനസ്സുകളുമായി യോജിക്കുന്നു. നിങ്ങൾക്ക് ഒരു റേഡിയോ അറിയാമോ? നിങ്ങൾ ഒരു ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്യുമ്പോൾ ആ ഫ്രീക്വൻസിയിലെ സിഗ്നലുകൾ നിങ്ങൾക്ക് കേൾക്കാം. അതുപോലെയാണ് മനസ്സുകൾ. നിങ്ങളുടെ മനസ്സിൽ നിന്ന് വൈബ്രേഷനുകൾ പുറപ്പെടുന്നു. നിങ്ങൾ പോസിറ്റീവ് വൈബ്രേഷനുകൾ പുറപ്പെടുവിക്കുമ്പോൾ മറ്റ് പോസിറ്റീവ് മനസ്സുകൾ നിങ്ങളുമായി യോജിക്കും. അവർ നിങ്ങളെ സഹായിക്കും. അവർ നിങ്ങൾക്ക് വഴികൾ കാണിച്ചു തരും. ഹിൽ ആയിരക്കണക്കിന് വിജയികളെ കണ്ടു. അവരെല്ലാം അദ്ദേഹത്തിന് വിലപ്പെട്ട വിവരങ്ങൾ നൽകി. എന്തുകൊണ്ട്? കാരണം ഹില്ലിന്റെ മനസ്സ് പോസിറ്റീവായിരുന്നു. അവർ അദ്ദേഹത്തിൽ വിശ്വസിച്ചു. നിങ്ങളും അങ്ങനെ തന്നെ. നിങ്ങൾ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങളുടെ ചുറ്റും പോസിറ്റീവ് ആളുകൾ വരും. നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കളെ ലഭിക്കും. നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് 9 പ്രേരകങ്ങളെക്കുറിച്ച് പറയട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും പിന്നിൽ 9 പ്രേരകങ്ങളുണ്ട്. 7 പോസിറ്റീവ്, 2 നെഗറ്റീവ്. പോസിറ്റീവ് പ്രേരകങ്ങൾ ഇവയാണ്: സ്നേഹം, ലൈംഗികത, ഭൗതിക നേട്ടം, ആത്മരക്ഷ, ശാരീരികവും മാനസികവുമായ സ്വാതന്ത്ര്യം, ആത്മപ്രകാശനം, മരണാനന്തര ജീവിതത്തിനുള്ള ആഗ്രഹം. നെഗറ്റീവ് പ്രേരകങ്ങൾ ഇവയാണ്: കോപവും പ്രതികാരവും, ഭയവും. നിങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ ഈ 7 പോസിറ്റീവ് പ്രേരകങ്ങളെ ജീവിതത്തിലാക്കുക. നെഗറ്റീവ് പ്രേരകങ്ങളെ ഒഴിവാക്കുക. നിങ്ങൾക്ക് ഭയമുള്ളപ്പോൾ സമാധാനമുണ്ടാകില്ല. നിങ്ങൾക്ക് കോപവും പ്രതികാരവുമുള്ളപ്പോൾ സമാധാനമുണ്ടാകില്ല. വലിയ മനുഷ്യർക്ക് പ്രതികാരത്തിന് സമയമില്ല. വലിയ മനുഷ്യർ ഭയത്തോടെ ജീവിക്കുന്നില്ല. നിങ്ങൾ വലിയവരാകുക. ആ 7 പോസിറ്റീവ് പ്രേരകങ്ങളെ നിങ്ങളുടെ ജീവിതമാക്കുക. സ്നേഹിക്കുക. നിങ്ങളുടെ ലൈംഗികതയെ പോസിറ്റീവായി ഉപയോഗിക്കുക. ഭൗതിക നേട്ടങ്ങൾക്കായി പ്രയത്നിക്കുക. എന്നാൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ. നിങ്ങളുടെ ജീവൻ രക്ഷിക്കുക. നിങ്ങളുടെ സ്വാതന്ത്ര്യം നിലനിർത്തുക. നിങ്ങളെ തന്നെ പ്രകാശിപ്പിക്കുക. ഒരു മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുക. എന്നാൽ ആ വിശ്വാസം ഭയത്തിൻ്റെതാകരുത്. നെപ്പോളിയൻ ഹിൽ ഒരു കഥ പറയുന്നു. ഒരു മനുഷ്യൻ തന്റെ സുഹൃത്തിന്റെ തെറ്റായ ഉപദേശം കാരണം എല്ലാം നഷ്ടപ്പെടുത്തി. അവൻ ആ സുഹൃത്തിനോട് വിദ്വേഷം വളർത്തി. പ്രതികാരം ചെയ്യുമെന്ന് തീരുമാനിച്ചു.
അവൻ 15 വർഷം ആ വിദ്വേഷവുമായി ജീവിച്ചു. അവന്റെ ആരോഗ്യം നശിച്ചു. അവന്റെ മനസ്സ് തകർന്നു. അവൻ ഒരു മാനസിക രോഗാശുപത്രിയിൽ കഴിയേണ്ടി വന്നു. അവിടെ വെച്ച് അവൻ മനസ്സിലാക്കി, വിദ്വേഷം കൊണ്ട് തനിക്ക് നഷ്ടപ്പെട്ടത് അവന്റെ സമാധാനമാണ്. അവൻ ആ സുഹൃത്തിനോട് ക്ഷമിച്ചു. അവൻ പുതിയ ജീവിതം ആരംഭിച്ചു. 60 വയസ്സിൽ അവൻ വീണ്ടും ബിസിനസ് ആരംഭിച്ചു. 70 വയസ്സിൽ അവൻ ധനികനായിരുന്നു. അവന് സമാധാനം കിട്ടി. നിങ്ങളും അങ്ങനെ തന്നെ. വിദ്വേഷം വിടുക, പക വിടുക. അവ നിങ്ങളെ കൊല്ലും. ക്ഷമിക്കുക. നിങ്ങൾക്കു വേണ്ടി. നിങ്ങൾ സ്വതന്ത്രരാകും. നിങ്ങൾ ശക്തരാകും. നെപ്പോളിയൻ ഹിൽ മറ്റൊരു പ്രധാന കാര്യം പറയുന്നു. നിങ്ങൾക്ക് 10 രാജകുമാരന്മാരെ നിങ്ങളുടെ മനസ്സിന്റെ വാതിൽക്കൽ നിർത്താം. അവർ നിങ്ങളുടെ മനസ്സിൽ പ്രവേശിക്കുന്ന ഓരോ ചിന്തയെയും പരിശോധിക്കും. അവർ നിഷേധാത്മക ചിന്തകളെ തടയും. ആദ്യത്തെ രാജകുമാരൻ സമാധാനത്തിന്റെ രാജകുമാരൻ. അവൻ ചോദിക്കും, ഈ ചിന്ത സമാധാനത്തോടെ വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ അവൻ അതിനെ തടയും. രണ്ടാമത്തെ രാജകുമാരൻ പ്രത്യാശയുടെയും വിശ്വാസത്തിന്റെയും രാജകുമാരൻ. മൂന്നാമത്തേത് സ്നേഹത്തിന്റെ രാജകുമാരൻ. നാലാമത്തേത് ആരോഗ്യത്തിന്റെ രാജകുമാരൻ. അഞ്ചാമത്തേത് സാമ്പത്തിക സുരക്ഷയുടെ രാജകുമാരൻ. ആറാമത്തേത് വിവേകത്തിന്റെ രാജകുമാരൻ. ഏഴാമത്തേത് ക്ഷമയുടെ രാജകുമാരൻ. എട്ടാമത്തേത് ഒരു പ്രത്യേക രാജകുമാരനാണ്. അവന് നിങ്ങൾ സ്വയം ഒരു പേര് നൽകണം. 9ഉം 10ഉം എന്ന് വേണ്ട. നിങ്ങൾ ഇവരെ വിളിക്കുമ്പോൾ അവർ വരും. അവർ നിങ്ങളുടെ മനസ്സിനെ കാത്തുരക്ഷിക്കും. നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ സമാധാനത്തിന്റെ രാജകുമാരനെ വിളിക്കുക. അവൻ വന്ന് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കും. നിങ്ങൾക്ക് രോഗം തോന്നുമ്പോൾ ആരോഗ്യത്തിന്റെ രാജകുമാരനെ വിളിക്കുക. അവൻ നിങ്ങളുടെ ശരീരത്തെ ശക്തിപ്പെടുത്തും. ഈ രാജകുമാരന്മാർ യഥാർത്ഥമാണ്, കാരണം നിങ്ങൾ അവരെ വിശ്വസിക്കുന്നു. നിങ്ങൾ അവരെ വിളിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് അവരെ സൃഷ്ടിക്കുന്നു. അവർ നിങ്ങളെ സഹായിക്കുന്നു. ഇത് പരീക്ഷിച്ചു നോക്കുക ഇന്ന് തന്നെ. ഒരു പ്രശ്നം വരുമ്പോൾ നിർത്തുക. നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. സമാധാനത്തിന്റെ രാജകുമാരനെ വിളിക്കുക. അവൻ വരും. നിങ്ങൾക്ക് സമാധാനം തോന്നും. ഇപ്പോൾ ഞാൻ നിങ്ങളോട് മറ്റൊരു പ്രധാന കാര്യം പറയട്ടെ. നിങ്ങളുടെ പ്രേരകങ്ങൾ പരസ്പരം ഏറ്റുമുട്ടാതെ നോക്കുക. ഭൗതിക നേട്ടത്തിന്റെ ആഗ്രഹവും സ്വാതന്ത്ര്യത്തിന്റെ ആഗ്രഹവും തമ്മിൽ പലപ്പോഴും ഏറ്റുമുട്ടുന്നു. നിങ്ങൾ ധാരാളം പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആ പണം സമ്പാദിക്കുന്നതിനായി നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തരുത്. നിങ്ങളുടെ മനസാക്ഷിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കരുത്. നെപ്പോളിയൻ ഹിൽ തന്റെ ആദ്യ ജോലിയിൽ ഒരു അനുഭവം പറയുന്നു. അദ്ദേഹം ഒരു ബാങ്കിൽ ജോലി ചെയ്തു. അതിൽ $50,000 ഉണ്ടായിരുന്നു. ഹില്ലിന് അത് മോഷ്ടിക്കാമായിരുന്നു. ആരും അറിയുമായിരുന്നില്ല. അദ്ദേഹത്തിന് വളരെ ദാരിദ്ര്യമായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സ് ഭൗതിക നേട്ടത്തിനായി നിർബന്ധിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു ശബ്ദം പറഞ്ഞു, സ്വാതന്ത്ര്യമാണ് ഏറ്റവും വലുത്. അദ്ദേഹം ആ പണം മോഷ്ടിച്ചില്ല. അദ്ദേഹം വാൾട്ട് പൂട്ടി. അദ്ദേഹം തന്റെ ഉടമയോട് പറഞ്ഞു, ഒരു പൈസയും നഷ്ടമായിട്ടില്ല. ആ ഉടമ പിന്നീട് ഹില്ലിനെ നിയമസ്കൂളിൽ പഠിപ്പിച്ചു. ഹിൽ ആൻഡ്രൂ കാർണഗിയെ കാണാനുള്ള അവസരം നേടി. ആ സത്യസന്ധത അദ്ദേഹത്തിന്റെ ജീവിതത്തെ മാറ്റി. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഒരിക്കലും സത്യസന്ധത വിടരുത്. ഒരിക്കലും മറ്റുള്ളവരെ ചതിക്കരുത്. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ചതിക്കുന്നത്. നിങ്ങളുടെ സമാധാനമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. നെപ്പോളിയൻ ഹിൽ പറയുന്നു, ജീവിതം നിങ്ങളുടെ ചിന്തകളെ പ്രതിഫലിപ്പിക്കുന്നു. നിങ്ങൾ പുറത്തേക്ക് അയക്കുന്ന ഓരോ ചിന്തയും തിരിച്ചുവരുന്നു. നിങ്ങൾ സ്നേഹം അയച്ചാൽ സ്നേഹം തിരിച്ചുവരും. നിങ്ങൾ വിദ്വേഷം അയച്ചാൽ വിദ്വേഷം തിരിച്ചുവരും. നിങ്ങൾ വിജയത്തെ അയച്ചാൽ വിജയം തിരിച്ചുവരും. നിങ്ങൾ പരാജയത്തെ അയച്ചാൽ പരാജയം തിരിച്ചുവരും. അതുകൊണ്ട് നിങ്ങളുടെ ചിന്തകളെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ വാക്കുകളെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ പ്രവൃത്തികളെ ശ്രദ്ധിക്കുക. അവയെല്ലാം പോസിറ്റീവാകട്ടെ. നിങ്ങൾ എഴുത്തുകാരനാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ കഥ എഴുതുന്നത് നിങ്ങളാണ്. ഓരോ ചിന്തയും ഒരു വാക്ക്, ഓരോ വാക്കും ഒരു വാക്യം, ഓരോ വാക്യവും ഒരു പേജ്, ഓരോ പേജും ഒരു അധ്യായം. നിങ്ങളുടെ കഥയിലെ എല്ലാ അധ്യായങ്ങളും വിജയത്തിൻ്റെതാകട്ടെ, സമാധാനത്തിൻ്റെതാകട്ടെ, സമ്പത്തിൻ്റെതാകട്ടെ. നെപ്പോളിയൻ ഹിൽ പറയുന്നു, സമാധാനം കണ്ടെത്താനുള്ള ഏറ്റവും ഉറപ്പുള്ള മാർഗം മറ്റുള്ളവരെ അവരുടെ സമാധാനം കണ്ടെത്താൻ സഹായിക്കുക എന്നതാണ്. നിങ്ങൾ മറ്റൊരാൾക്ക് സന്തോഷം നൽകുമ്പോൾ ആ സന്തോഷം നിങ്ങളിലേക്ക് തിരിച്ചുവരും. നിങ്ങൾ മറ്റൊരാൾക്ക് വിജയത്തിനുള്ള വഴി കാണിച്ചു കൊടുക്കുമ്പോൾ ആ വഴി നിങ്ങൾക്കും തെളിയും. ഇതാണ് ഏറ്റവും വലിയ സത്യം. ഇതാണ് പോസിറ്റീവ് മാനസികാവസ്ഥയുടെ കാതൽ. നിങ്ങൾ കൊടുക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു. നിങ്ങൾ സഹായിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ സഹായിക്കപ്പെടുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ നേടുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പ്രാർത്ഥനയെക്കുറിച്ച് പറയട്ടെ. പലരും പ്രാർത്ഥിക്കുന്നത് ഭയത്തോടെയാണ്. ദൈവമേ, എനിക്കിത് തരൂ, ഞാൻ ഭയപ്പെടുന്നു. ഇങ്ങനെ
ആ പ്രാർത്ഥനകൾ നിഷേധാത്മകമാണ്. അവ ഉത്തരം കണ്ടെത്തുന്നില്ല. യഥാർത്ഥ പ്രാർത്ഥന എന്നാൽ ആത്മവിശ്വാസത്തോടെയുള്ള അഭ്യർത്ഥനയാണ്. എനിക്കിത് ചെയ്യാൻ കഴിയും, എനിക്കിത് ലഭിക്കും, എന്റെ ലക്ഷ്യത്തിൽ ഞാൻ എത്തും. ഈ ആത്മവിശ്വാസം തന്നെയാണ് പ്രാർത്ഥന. നിങ്ങൾ ഈ വിധം പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് ശക്തി പ്രാപിക്കുന്നു, നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു, നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നു. നെപ്പോളിയൻ ഹിൽ പറയുന്നു, അദ്ദേഹം ഒരിക്കൽ വളരെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലായിരുന്നു. അദ്ദേഹത്തിനൊരു പ്രസാധകനെ കണ്ടെത്തേണ്ടിയിരുന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ $35 മാത്രമേ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഹോട്ടലിൽ പോയി ഏറ്റവും ചെലവേറിയ മുറിയെടുത്തു. ഒരു ദിവസം $25. അദ്ദേഹത്തിന്റെ കയ്യിൽ അതിന് പണമില്ലായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സ് പറഞ്ഞു, ഇത് ചെയ്യുക, നിനക്കൊരു പ്രസാധകനെ കിട്ടും. അദ്ദേഹം ആ ഹോട്ടലിൽ തങ്ങി. അദ്ദേഹം തന്റെ മനസ്സിൽ ഉറപ്പിച്ചു, ഞാൻ വിജയിക്കും. 2 ദിവസത്തിനുള്ളിൽ ഒരു പ്രസാധകൻ വന്നു. അദ്ദേഹത്തിന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. ആ ആത്മവിശ്വാസമാണ് അദ്ദേഹത്തെ രക്ഷിച്ചത്. നിങ്ങളും അങ്ങനെ തന്നെ. നിങ്ങൾക്ക് പണമില്ലേ? പണം വരും. നിങ്ങൾക്ക് അവസരമില്ലേ? അവസരം വരും. എന്നാൽ ആദ്യം നിങ്ങളുടെ മാനസികാവസ്ഥ മാറ്റുക. നിഷേധത്തിൽ നിന്ന് പോസിറ്റീവിലേക്ക്, അല്ല എന്നതിൽ നിന്ന് അതെ എന്നതിലേക്ക്. ഇത് ചെയ്യുക, എങ്കിൽ നിങ്ങൾക്ക് അസാധ്യമായ ഒന്നുമില്ല. സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഒരുപാട് പറഞ്ഞു, എന്നാൽ ഇതെല്ലാം വെറും വാക്കുകളാണ്. നിങ്ങൾ ഇത് പ്രവൃത്തിയാക്കിയില്ലെങ്കിൽ ഇന്ന് തന്നെ ഒരു തീരുമാനമെടുക്കുക. ഞാൻ എൻ്റെ മാനസികാവസ്ഥയെ മാറ്റും. ഞാൻ പോസിറ്റീവാകും. ഞാൻ എൻ്റെ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിക്കും. ഞാൻ എൻ്റെ പ്രേരകങ്ങളെ നിയന്ത്രിക്കും. ഞാൻ എൻ്റെ രാജകുമാരന്മാരെ വിളിക്കും. ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ വിശ്വസിക്കും. എനിക്ക് കഴിയും. ഞാൻ വിജയിക്കും. ഞാൻ സമ്പന്നനാകും. എനിക്ക് സമാധാനമുണ്ടാകും. ഈ വാക്കുകൾ ഉറക്കെ പറയുക. ഇന്ന് രാവിലെ, ഇന്ന് രാത്രി, നാളെ രാവിലെ, എല്ലാ ദിവസവും. ഇത് നിങ്ങളുടെ ജീവിതമന്ത്രമാകട്ടെ. നെപ്പോളിയൻ ഹിൽ പറഞ്ഞു, ഒരു പോസിറ്റീവ് മാനസികാവസ്ഥയുള്ള മനുഷ്യന് വേണ്ടി ലോകം തന്നെ മാറും. നിങ്ങൾ ആ മനുഷ്യനാകുക. ഇപ്പോൾ, ഈ നിമിഷം എഴുന്നേൽക്കുക, പുഞ്ചിരിക്കുക, ലോകത്തോട് പറയുക, ഞാൻ വന്നിരിക്കുന്നു. ഞാൻ വിജയിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ സമ്പാദിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ ജീവിക്കാൻ വന്നിരിക്കുന്നു. ഇത് നിങ്ങളുടെ സമയമാണ്. ഇത് നിങ്ങളുടെ അവസരമാണ്. ഇത് നിങ്ങളുടെ ജീവിതമാണ്. ജീവിക്കുക. അടുത്ത അധ്യായത്തിൽ നമ്മൾ ഭയത്തെക്കുറിച്ച് സംസാരിക്കും. ഭയം എങ്ങനെ നിങ്ങളെ സ്വതന്ത്രനാക്കുന്നു എന്നതിനെക്കുറിച്ച്. അതും വളരെ പ്രധാനമാണ്. എന്നാൽ അതിനു മുമ്പ് ഇന്നത്തെ പാഠം നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക. പോസിറ്റീവാകുക. അതെ എന്ന് പറയുക. ജീവിതത്തോട്, സാഹചര്യങ്ങളോട്, പ്രതിസന്ധികളോട്, എല്ലാറ്റിനോടും അതെ. നിങ്ങൾ അതെ എന്ന് പറയുമ്പോൾ ജീവിതം നിങ്ങൾക്ക് അതെ എന്ന് പറയും. നിങ്ങൾ വിളിക്കുന്നു, ജീവിതം മറുപടി പറയുന്നു. നിങ്ങൾ സ്നേഹിക്കുന്നു, ജീവിതം നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ കൊടുക്കുന്നു, ജീവിതം നിങ്ങൾക്ക് നൽകുന്നു. ഇതാണ് നിയമം. ഇത് മാറില്ല. അതുകൊണ്ട് ഇന്നു മുതൽ പോസിറ്റീവാകുക, വിജയിക്കുക, സമ്പന്നരാകുക, സമാധാനത്തോടെ ജീവിക്കുക. അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം.